വിശദമായ വാർത്തകളിലേക്ക്. ഉമ്മൻചാണ്ടിക്കെതിരെ സോളാറിൽ ആദ്യ ശിക്ഷ. ഉമ്മൻചാണ്ടി അടക്കം 4 പേർ 1,61 ലക്ഷം നഷ്ടപരിഹാരം നൽകണം. 2 മാസങ്ങൾക്കകം തുക കെട്ടിവെക്കണം. MK കുരുവിള നൽകിയ ഹർജിയിലാണ് ബംഗളൂരു സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. 2015 മാർച്ച് 23-നാണ് MK കുരുവിള ഹർജി ഫയൽ ചെയ്തത്. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്ക് വൻ തിരിച്ചടി നൽകുന്നതാണ് ബാംഗ്ലൂർ ജില്ലാ സെഷൻസ് കോടതിയുടെ വിധി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, അടുത്ത ബന്ധു ആൻഡ്രൂസ്, ബെൽജിത്ത്, ബിജു നായർ എന്നിവർ വ്യവസായി MK കുരുവിളയെ പറ്റിച്ച് തട്ടിയെടുത്ത 1,61 ലക്ഷം രൂപയും കോടതി ചെലവും പലിശയും അടക്കം 49 ലക്ഷം രൂപ വേറെയും നൽകണമെന്നാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. എറണാകുളം ആസ്ഥാനമായ സോസ ഗ്രൂപ്പ് ഓഫ് കൺസൾട്ടൻസ് എന്ന സ്ഥാപനം വഴി ദക്ഷിണ കൊറിയയിൽ നിന്നും സോളാർ പദ്ധതിക്ക് ആവശ്യമായ സാമഗ്രികൾ ഇറക്കുമതി ചെയ്യാനുള്ള ലൈസൻസും സബ്സിഡിയും നേടിത്തരാമെന്ന് പറഞ്ഞാണ് MK കുരുവിളയിൽ നിന്നും പ്രതികൾ പണം തട്ടിയെടുത്തത്. 2012 ഒക്ടോബർ 11-ന് ക്ലിഫ് ഹൌസിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയിൽ പദ്ധതിയുടെ വിശദാംശങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് വൻതുക ഉമ്മൻചാണ്ടി കൈക്കൂലിയായി ആവശ്യപ്പെട്ടു. മുൻ ധാരണയിൽ നിന്നും പുറകോട്ട് പോയി വൻതുക കൈക്കൂലി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ആദ്യ ഗഡുവായി നൽകിയ 1,61 ലക്ഷം രൂപ MK കുരുവിള തിരികെ ആവശ്യപ്പെട്ടു. എന്നാൽ പണം മടക്കി നൽകാതെ ഭരണസ്വാധീനം ഉപയോഗിച്ച് ഉമ്മൻചാണ്ടി MK കുരുവിളയെ കേസിൽ കുടുക്കുകയായിരുന്നു. ഉമ്മൻചാണ്ടിക്കെതിരായ കേസിൽ നിന്നും പിന്മാറാൻ അധോലോക നായകൻ രവി പൂജാരിയും MK കുരുവിളയെ ബന്ധപ്പെട്ടിരുന്നു. കേസിൽ 2 തവണ ഉമ്മൻചാണ്ടിക്ക് ബംഗളൂരു ജില്ലാ സെഷൻസ് കോടതി നോട്ടീസ് അയച്ചിരുന്നു. ഹാജരാവാത്തതിനെ തുടർന്ന് എക്സ് പാർട്ടിയായി കോടതി പ്രഖ്യാപിച്ചു. തുടർന്ന് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി അഭിഭാഷകൻ കോടതിയിൽ ഹാജരായി വക്കാലത്ത് ഫയൽ ചെയ്യുകയും സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ തുടർച്ചയായി 4 തവണ ഹാജരാവാത്തതിനെ തുടർന്ന് മലയാളത്തിലെ എല്ലാ ദിനപത്രത്തിലും ഉമ്മൻചാണ്ടിക്കെതിരെ കോടതിയിൽ ഹാജരാവുന്നില്ല എന്ന് കാട്ടി ബംഗളൂരു ജില്ലാ സെഷൻസ് കോടതി പത്രപരസ്യം നൽകി. എന്നിട്ട് ഉമ്മൻചാണ്ടി കോടതിയിൽ ഹാജരാവാതിരുന്നതിനെ തുടർന്നാണ് ഇപ്പോൾ മുൻ മുഖ്യമന്ത്രിക്കെതിരെ കേസിൽ 2,10 ലക്ഷം രൂപ ബംഗളൂരു ജില്ലാ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നത്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. അധോലോക രാജാവ് രവി പൂജാരി ഫോണിൽ ഭീഷണിപ്പെടുത്തിയതായി MK കുരുവിളയുടെ വെളിപ്പെടുത്തൽ. സോളാർ കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഭീഷണിപ്പെടുത്തിയത്. ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയാണ് ഭീഷണിപ്പെടുത്തിയതെന്നും MK കുരുവിള പറഞ്ഞു. ഉമ്മൻചാണ്ടിക്കെതിരെ കേസ് ഫയൽ ചെയ്തതിന് പിന്നാലെയാണ് അധോലോക രാജാവ് രവി പൂജാരി തന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതെന്ന് MK കുരുവിള പറയുന്നു. ദുബായിൽ നിന്നായിരുന്നു ഫോൺ കോൾ. അത് ഈവൻ ദുബായിലുള്ള രവി പൂജാരി എന്ന് പറഞ്ഞ അണ്ടർവേൾഡ് ഡോണിനെ കൊണ്ട് വരെ എന്നെ കണ്ടവാണ് ത്രട്ട് ചെയ്യിച്ചു. വേറൊരാളുടെ ഫോണിൽ കൂടെ കോൺഫറൻസ് കോളായിട്ട് വന്നാണ് എന്നോട് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരാൾ ഹിന്ദിയില് മേം പൂജാരി ബാത് കർത്താഹു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, കോൺസാ ദേവസ്ഥാൻ കാ പൂജാരി ഹേ തും എന്ന് ചോദിച്ചു. അപ്പോഴാണ് അയാൾ പറഞ്ഞ സാല തും ക്യാ സോച്ചാ മേ അണ്ടർവേൾഡ് ഡോൺ രവി പൂജാരി ഹേ ദുബായ് സെ ബാത് കർത്താഹെന്ന്. അപ്പോഴാണ് എനിക്കതിന്റെ വ്യാപ്തി മനസ്സിലായത്. ഉമ്മൻചാണ്ടിയും കൂട്ടാളികളും തനിക്ക് വേണ്ടപ്പെട്ടവരാണെന്നും കേസിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ കുടുംബത്തെ ഉൾപ്പെടെ ഇല്ലാതാക്കുമെന്നുമായിരുന്നു ഭീഷണിയെന്ന് കുരുവിള പറഞ്ഞു. കംപ്ലൈന്റ് കൊടുത്ത് 2ാമത്തെ ദിവസമാണ് എനിക്ക് ഈ ത്രെട്ട് കോളുകൾ വരുന്നത്. അന്ന് അയാൾ പറഞ്ഞത് ഉമ്മൻചാണ്ടിയും ഉമ്മൻചാണ്ടിയുടെ കസിനും കുടുംബവും എല്ലാം എന്റെ വളരെ ദോസ്തുകളാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും വേണ്ടപ്പെട്ട പരിചയക്കാരാണ്. അതുകൊണ്ട് അവർക്കെതിരായിട്ടുള്ള കേസുകൾ വിഡ്രോ ചെയ്തില്ലെങ്കിൽ എന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞിട്ടാണ്, എന്റെ ഫാമിലിയെ കൊന്നുകളയുമെന്ന് പറഞ്ഞിട്ടായിരുന്നു എനിക്ക് ത്രെട്ട്. ന്യൂസ് ഡെസ്ക്. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന്റെ ഫോൺ ചോർത്തൽ വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് തല അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഷ്ട്രീയ നേതാക്കളുടെയോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയോ ഫോൺ ചോർത്തുന്നത് സർക്കാരിന്റെ നയമല്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. വിജിലൻസ് ഡയറക്ടറുടെ ഫോൺ ചോർത്തൽ സംബന്ധിച്ച പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. അതേസമയം ജേക്കബ് തോമസിന് ഫിയർ സൈക്കോസിസ് ബാധിച്ചിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. എന്നാൽ അടിയന്തര പ്രമേയ ചർച്ച നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വിജിലൻസ് ഡയറക്ടറുടെ ഫോൺ ചോർത്തൽ വിഷയത്തിൽ പ്രതിപക്ഷത്തിൽ നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് നോട്ടീസ് നൽകിയത്. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന്റെ ഫോൺ ചോർത്തുന്നെന്ന പരാതി അത്യന്തം ഗൌരവകരമാണ്. ഫോൺ ചോർത്തലിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. മുഖ്യമന്ത്രിയെ തന്നെയാണ് ജേക്കബ് തോമസ് പ്രതിക്കൂട്ടിൽ നിർത്തുന്നതെന്നും തിരുവഞ്ചൂർ ആരോപിച്ചു. കൂടാതെ ഫോൺ ചോർത്തൽ വിഷയത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്താൻ തയ്യാറാകണമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. എന്നാൽ തന്റെ ഫോൺ ചോർത്തുന്നുവെന്ന് കാട്ടി വിജിലൻസ് ഡയറക്ടർ ഒരു പരാതിയും സർക്കാരിന് നൽകിയിട്ടില്ല. മറിച്ച് പത്രത്തിൽ വിജിലൻസ് ഡയറക്ടറുടെ ഫോൺ ചോർത്തുന്നുവെന്ന വാർത്ത വന്നത് ചൂണ്ടിക്കാട്ടിയും അതിലെ ആശങ്ക അറിയിച്ചുമാണ് DGPക്ക് ജേക്കബ് തോമസ് പരാതി നൽകിയിരിക്കുന്നതെന്നും മറുപടിയായി മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. ആരുടെയും ഫോൺ ചോർത്താൻ ആഭ്യന്തര സെക്രട്ടറിക്ക് കത്ത് ലഭിച്ചിട്ടില്ല. അങ്ങനെ ആർക്കും അനുമതി നൽകിയിട്ടില്ല.
രാഷ്ട്രീയ നേതാക്കളുടെയോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയോ ഫോൺ ചോർത്തുക എന്നത് ഈ സർക്കാരിന്റെ നയമല്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിജിലൻസിന്റെ സ്വാതന്ത്ര്യത്തെ തടയുന്ന ഒരു നടപടിയും ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയില്ലെന്നും പറഞ്ഞ മുഖ്യമന്ത്രി ഫോൺ ചോർത്തൽ വിഷയം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്നും അറിയിച്ചു. സർ, അതുകൊണ്ട് തന്നെ ജേക്കബ് തോമസിനെതിരായി പോലീസിലെ ഉന്നത തലത്തിലുള്ള ഗൂഢാലോചന എന്ന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. എന്നാൽ ഇത്തരമൊരു വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്ന പരാതി, ആ പരാതി ഗൗരവമായിട്ട് തന്നെ കാണും. ഗൗരവമായി കണ്ടുകൊണ്ട് അന്വേഷിക്കുന്ന നിലയും സ്വീകരിക്കും. സാധാരണ നിലക്ക് അന്വേഷിക്കുക, ഇത്തരം നടപടികൾ അന്വേഷിക്കാൻ പറ്റുന്നത് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചുകൊണ്ടായിരിക്കും. അത് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ച് അന്വേഷിക്കുന്ന നടപടി സ്വീകരിക്കുകയും ചെയ്യും. നിസാമിനെതിരെ സംസാരിച്ചാൽ തന്നെ വധിക്കുമെന്ന പ്രതിപക്ഷ നേതാവിന് ലഭിച്ച ഭീഷണിക്കത്ത് സംബന്ധിച്ച പോലീസ് അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഒന്നുകിൽ സർക്കാരിന്റെ അറിവോടെയാണ് ഫോൺ ചോർത്തൽ നടക്കുന്നത്, അല്ലെങ്കിൽ ജേക്കബ് തോമസ് മാധ്യമ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നുവെന്ന് തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ജേക്കബ് തോമസിന് ഫിയർ സൈക്കോസിസ് ആണെന്നും സ്ഥലജല വിഭ്രാന്തി ഉണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. നമ്മുടെ രാജ്യത്ത് നിയമങ്ങളുണ്ട്. അപ്പൊ DGP റാങ്കിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും ഒരു ദിനപത്രത്തിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇത്തരം ഒരു കത്ത് കൊടുക്കുന്നു എന്ന് പറയുന്നത് അതിന്റെ സാങ്കത്യം എന്താണെന്ന് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് ഒരു ഫിയർ സൈക്കോസിസ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. തുടർന്ന് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കേരള കോൺഗ്രസ് മാണി വിഭാഗവും പ്രതിപക്ഷത്തിനൊപ്പം വാക്കൌട്ട് നടത്തി. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർത്തകൾ തുടരുന്നു. മാധ്യമപ്രവർത്തകരുടെ ജോലി തടസ്സപ്പെടുത്തിയാൽ അഭിഭാഷകർക്കെതിരെ കൂടുതൽ കർക്കശമായ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേസന്വേഷണം പൂർത്തിയാകുമ്പോൾ മാധ്യമപ്രവർത്തകർക്കെതിരായ കേസ് പിൻവലിക്കുന്നതടക്കമുള്ള യുക്തമായ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി സഭയിൽ മറുപടി നൽകി. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് വിഷയം സഭയിൽ ഉന്നയിച്ചത്. തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിലെ സംഭവങ്ങൾക്ക് പിന്നാലെ 2 വനിതാ മാധ്യമപ്രവർത്തകർക്കെതിരെ ഉൾപ്പെടെ കള്ളക്കേസെടുത്തതും ഇവർക്കെതിരെ പോസ്റ്റർ പതിപ്പിച്ച് അപമാനിച്ച സംഭവവും നിയമസഭയിൽ വന്നു. വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിഭാഷകർക്കെതിരെയുള്ള നിലപാട് കടുപ്പിച്ചു. ഒരു കൂട്ടം അഭിഭാഷകർക്ക് ഒന്നും ബാധകമല്ല എന്നത് അംഗീകരിക്കില്ല. ഇത്തരക്കാർക്കെതിരെ കൂടുതൽ കർക്കശമായ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സർ, ഇതൊന്നും ഒരു കൂട്ടം ആളുകൾക്ക് ബാധകമല്ല എന്ന അവസ്ഥയാണ് വരുന്നത്. അങ്ങനെയൊരു സാഹചര്യം അംഗീകരിച്ചു പോകാൻ കഴിയില്ല. അവിടെയാണ് ആ സമ്മേളനത്തിൽ പ്രസ്താവിക്കേണ്ടി വന്നത്. അത് അങ്ങനെയാണ് നീങ്ങുന്നതെങ്കിൽ കർക്കശമായ നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്ന്. മാധ്യമപ്രവർത്തകരുടെയും അഭിഭാഷകരുടെയും പരാതിയിന്മേൽ അന്വേഷണം നടന്നുവരികയാണ്. പോസ്റ്റർ പതിപ്പിച്ച് അപമാനിച്ചതിനെതിരെ 2 വനിതാ മാധ്യമപ്രവർത്തകർ തനിക്ക് നൽകിയ പരാതി DGPക്ക് കൈമാറിയിരുന്നു. ഇതിലും അന്വേഷണം നടക്കുകയാണ്. അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് മാധ്യമപ്രവർത്തകർക്കെതിരായ കേസ് പിൻവലിക്കുന്നതടക്കമുള്ള യുക്തമായ നടപടി സർക്കാർ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ചീഫ് ജസ്റ്റിസും മുഖ്യമന്ത്രിയും ഇടപെട്ടിട്ടും ഇതിൽ നടപടിയുണ്ടാകാത്തത് ദൗർഭാഗ്യകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വിഷയം ഉന്നയിച്ചുകൊണ്ട് പറഞ്ഞു. ചില വാർത്തകൾ കോടതിയിൽ നിന്നും പുറത്തു വരരുത് എന്ന് ആഗ്രഹിക്കുന്ന അഭിഭാഷകരാണ് ഇത്തരം അക്രമങ്ങൾക്ക് പിന്നിലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മാധ്യമ ഗുണ്ടകളെന്ന് പറഞ്ഞ വനിതകൾ ഉൾപ്പെടെയുള്ളവരുടെ ഫ്ലക്സ് വെച്ചിരിക്കുന്നത് തീർത്തും അപമാനകരമാണ് സാർ. നിക്ഷിപ്ത താല്പര്യക്കാരടങ്ങുന്ന കുറച്ച് അഭിഭാഷകർ മാത്രമാണ് ഇതിന് പിന്നിലുള്ളത്. ചില വാർത്തകൾ കോടതിയിൽ നിന്ന് പുറത്തു വരരുതെന്ന് ആഗ്രഹിക്കുന്ന അഭിഭാഷകരാണ് ഇതിന്റെ പിന്നിലുള്ളത്. മാധ്യമപ്രവർത്തകർക്കെതിരായ കേസ് പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നിയമസഭയിൽ നിന്നും എസ് ഷീജ. ആദിവാസി സമൂഹത്തിനെതിരെ താൻ യാതൊരു വിധത്തിലുമുള്ള മോശം പരാമർശം നടത്തിയിട്ടില്ലെന്നും ഒരു വിഭാഗത്തെയും താൻ അപമാനിച്ചിട്ടില്ലെന്നും മന്ത്രി AK ബാലൻ നിയമസഭയിൽ പറഞ്ഞു. നിയമസഭയിൽ താൻ നടത്തിയ പ്രസംഗം സ്പീക്കർക്ക് പരിശോധിച്ച് അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് കണ്ടെത്തിയാൽ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും AK ബാലൻ നിയമസഭയിൽ ഉറപ്പു നൽകി. അതേസമയം ആദിവാസികൾക്കെതിരായ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയാത്ത മന്ത്രിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബാർക്കോഴ കേസ് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ വിജിലൻസ് ഡയറക്ടറായിരുന്ന ശങ്കർ റെഡ്ഡിക്കെതിരെ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. അന്വേഷണത്തിന് ഉത്തരവിട്ട തിരുവനന്തപുരം വിജിലൻസ് കോടതി വിധി റദ്ദാക്കണമെന്ന ശങ്കർ റെഡ്ഡിയുടെ ഹർജി ഹൈക്കോടതി തള്ളി. AICC പുനഃസംഘടനയിൽ പ്രിയങ്ക ഗാന്ധി ജനറൽ സെക്രട്ടറിയാകും. കേരളത്തിൽ DCC പ്രസിഡന്റുമാരുടെ അന്തിമ പട്ടിക തയ്യാറായി. പുതുമുഖങ്ങൾക്ക് മുൻതൂക്കമുണ്ട്.